ഹലോ ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ബാക്ക് ടു റിയാറ. അപ്പോൾ നമ്മൾ ഈ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഈസി ആയിട്ട് മന്തി വളരെ കുറച്ച് കാര്യങ്ങളുണ്ട് എങ്ങനെയാണ് മന്തി ഉണ്ടാക്കാന്നാണ് കാണിക്കാൻ പോകുന്നത്. നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ആണിത്. ഇത് മാഗി ക്യൂബ്സ് കുറച്ചെടുക്കുക, പിന്നെ പെപ്പർ പൊടി, പട്ട, പിന്നെ ഉണക്കിയ നാരങ്ങ, ലീവ്സ്, കാഡമൻ, ഗരം മസാല എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെജിറ്റബിൾസ് ആണ്. നമുക്ക് ഇവിടെ എടുത്തിരുന്നത് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, സവാള, ക്യാപ്സിക്കം. നെക്സ്റ്റ് നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ചിക്കനാണ്. അത് നമ്മൾ കത്തി കൊണ്ട് അരിഞ്ഞിട്ടുണ്ട്, അതല്ലെങ്കിൽ ഫോർക്ക് കൊണ്ട് കുത്താം. അപ്പം നമ്മൾ 2 കപ്പ് ബസ്മതി റൈസ് വെള്ളത്തിൽ കഴുകി ഇപ്പോൾ കുതിർത്താൻ വെച്ചേക്കാണ്. നമ്മൾ കഴുകിയെടുത്ത് ചിക്കൻ ഇനി പാത്രത്തിലേക്ക് വെക്കാം. മന്തി ഉണ്ടാക്കാൻ അതേ പാത്രത്തിൽ തന്നെ ചിക്കൻ വെക്കണം. ഈ മന്തി ഉണ്ടാക്കാനായത് കാരണം വലിയ ചിക്കനാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മസാല ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇത് മാഗ്നേറ്റ് ചെയ്യാം. അതൊക്കെ കൂടെ നാരങ്ങ പൊട്ടിച്ചിടാം. നമ്മളോട് ഉപ്പിടുന്നില്ല, പക്ഷെ മാഗി ക്യൂബ്സിൽ നല്ല ഉപ്പുണ്ടാവും. അപ്പോൾ നമുക്കിത് കുക്ക് ചെയ്തതിന് ശേഷം ഉപ്പ് വേണമെങ്കിൽ ഇടാം. അപ്പോൾ നമ്മൾ നേരത്തെ പറയാൻ മറന്നു പോയതാണ്, നമുക്ക് കുറച്ച് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ എടുത്ത് വെക്കണം. ഇത് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് 2 മണിക്കൂറെങ്കിലും മാഗ്നേറ്റ് ചെയ്യണം. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ഇവിടെ ചെയ്യുന്ന വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് നല്ല ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്യാം. മന്തിയിൽ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്ന സാധനമാണ് മാഗി ക്യൂബ്സും ക്യാപ്സിക്കം മുറിക്കേണ്ട എളുപ്പവഴിയുണ്ട്. ഈ വര ഉള്ളിടത്ത് ശരിക്കും കൊണ്ട് മുറിക്കുക. നമ്മളെല്ലാം ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ട്. നമ്മളിതെല്ലാം ചിക്കനിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചി ഇട്ടു, ഇനി നമുക്ക് വെളുത്തുള്ളി ഇടാം, പിന്നെ സവാള ഇടാം, ക്യാപ്സിക്കം ഇടാം. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് 2 മണിക്കൂർ മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. നമ്മൾ 2 മണിക്കൂറായിട്ട് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമ്മൾ ഇനിയിപ്പോൾ വേവിക്കാൻ പോവാണ്. അരി വേവിക്കാനായിട്ടുള്ള വെള്ളം അടുപ്പത്തേക്ക് വെക്കാം. ഗ്യാസ് ഓണാക്കാം നമുക്ക്. ഇനി നമുക്ക് മാഗി ക്യൂബ്സ് ഇടാം. മാഗി ക്യൂബ്സ് നമ്മൾ ഇട്ടു. മാഗി ക്യൂബ്സിന് ഉപ്പുള്ളതുകൊണ്ട് നമ്മൾ തിളച്ചതിന് ശേഷമേ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ടാൽ മതി, അല്ലെങ്കിൽ ഭയങ്കര ഉപ്പായിരിക്കും. വെള്ളം തിളയ്ക്കാൻ വേണ്ടി നമ്മൾ ഇത് അടച്ചു വെക്കുന്നു. ഇതും പെട്ടെന്നൊന്ന് വേകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് അടച്ചു വെക്കാണ്. ചിക്കൻ ഹാഫ് വേവ് ആയിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് നമ്മൾ കാല് മാത്രം പുറത്തേക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടി മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ എയർ ഫ്രയറിൽ വെച്ച് ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ വെക്കുന്നുണ്ട്. നമ്മളതൊരു 10 മിനിറ്റത്തേക്കാണ് വെക്കുന്നത്. അത് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം.
അപ്പം നമ്മുടെ ചിക്കൻ ഒന്ന് ഹാഫ് ബോയിൽഡായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ചോറും പകുതി വേവാണ് വെക്കുന്നത്. നമ്മളത് കഴിഞ്ഞിട്ട് ചോറ് ഊറ്റി മാറ്റും. ചോറ് ഊറ്റി മാറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഹാഫ് ബോയിൽഡ് ആകുമ്പോഴേക്കും നമ്മൾ ഊറ്റി മാറ്റുന്നതിന് കാരണം പിന്നെ ദം ഇടുമ്പോൾ ചോറിങ്ങനെ കുഴകുഴാന്ന് കുഴഞ്ഞിരിക്കും. അപ്പോൾ നമുക്ക് കഴിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ നോക്കുകയാണ്. ഇപ്പോൾ ചോറ് പകുതി വേവായിട്ടില്ല. നമ്മളത് അടച്ച് വെച്ചൊന്ന് വേവിക്കണം, ഒന്നും കൂടി ഒന്ന് ചൂടാക്കാണ്. അപ്പോഴേക്കും നമ്മളവിടെ എയർ ഫ്രയറിൽ മാറ്റി വെച്ച ചിക്കൻ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കതൊരു ഏകദേശം നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഒരു ചാർക്കോൾ രൂപത്തിലായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളതൊന്ന് പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ്. അപ്പം നമ്മുടെ ചിക്കൻ ഏകദേശം ഒന്ന് ബോയിലായി വന്നിട്ടുണ്ട്. നമ്മൾ അതിൽ നിന്നും അതിൻ്റെ ഗ്രേവി നമ്മൾ മാറ്റി ഊറ്റി വേറൊരു പാത്രത്തിലേക്ക് എടുക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ ചോറ് ഇതിൻ്റെ മീതി, ഈ കറീൻ്റെ മീതിയാണ് ചോറിടുന്നത്. അപ്പോൾ ചോറ് നമ്മളൊരു ലെയറായിട്ട് ഇടുമ്പോൾ ഈ ഗ്രേവി ഒഴിക്കുമ്പോൾ അത് ആ ചിക്കൻ കറീൻ്റെ ദമ്മിടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് വരാനായിട്ടാണ് നമ്മൾ മാറ്റി വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ലെയർ ഇടുന്നു, അതിൻ്റെ മീതയിലേക്ക് കറി ഒഴിക്കുന്നു. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഒരു ഫുഡ് കളർ ഇടാം. അതൊരു നമുക്ക് എന്താ പറയുക, കടയിൽ നിന്ന് മേടിക്കുന്ന ഒരു റെപ്രസെൻറ്റേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫുഡ് കളർ ഇടുന്നത്. അത് ഫുഡ് കളർ ഉണ്ടാക്കിയത് പാലിൽ മഞ്ഞൾപ്പൊടി ഇട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഫുഡ് കളറാക്കി എടുക്കുന്നത്. അങ്ങനെ നമ്മൾ ഓരോ ലെയറായിട്ട് ചെയ്തേക്കാണ്. അപ്പോൾ ഏകദേശം നമ്മൾ ചോറും എല്ലാം ഇട്ട് കറീൻ്റെ ഗ്രേവിയും അതിൻ്റെ മീതൊക്കെ ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ എയർ ഫ്രയറിൽ ചൂടാക്കി വെച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഒരു ചാർക്കോൾ രൂപത്തിലാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിൻ്റെ മീതെ വെക്കുകയാണ്. നമ്മളൊരു ഡിസൈനൊക്കെ ഇട്ട് വെക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഫോയിൽ പേപ്പർ ഇട്ട് വൃത്തിക്ക് ക്ലോസ് ചെയ്ത് അടച്ച് ദമ്മിലിട്ട് 10 മിനിറ്റത്തേക്ക് വെക്കുകയാണ്. അപ്പം ഇത് നമ്മൾ ദമ്മിൽ വെക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് വെക്കുമ്പോൾ സിമ്മിൽ വെക്കണം. അതല്ലെങ്കിൽ അടിക്ക് പിടിച്ച ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മളത് വെക്കുമ്പോൾ സിമ്മിൽ വെക്കണം, ടൈറ്റായിട്ട് ക്ലോസ് ചെയ്യണം. അപ്പോൾ നമ്മൾ 10 തൊട്ടിങ്ങി അരമണിക്കൂർ വരെ വെച്ച് നമ്മുടെ മന്തി ഇപ്പോൾ ഏകദേശം ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ആ ഒരു ദമ്മിട്ടൊരു മണം നല്ല രസത്തിൽ നമുക്ക് പുറത്ത് പതിയെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഓട്ടയിൽ ഒക്കെ ഈ ഊർന്നൊക്കെ ഇറങ്ങി നമുക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് മണം. നമ്മൾ മാറ്റി വെച്ച് പതിയെ ദമ്മ് പൊട്ടിക്കാൻ പോവാണ്. ഹായ്, നല്ല രസമുണ്ട് കാണാൻ. ദമ്മ് പൊട്ടിച്ചപ്പോൾ എന്താ മണം, നല്ല കഴിക്കണമെന്ന് തോന്നുന്നു. നല്ല രസമുണ്ട് കാണാൻ. നിങ്ങളും ട്രൈ ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ബൈ, സീ യു നെക്സ്റ്റ്.